യുദ്ധം വരുത്തിവെക്കുന്ന ദുരന്തം അത് വളരെ വലുതാണ്. രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികൾ മാറിക്കിട്ടാൻ ചിലപ്പോൾ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടി വന്നിരിക്കാം. ഏറ്റവും കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണം ഒരു ചെറിയ ദുരന്തത്തിൽ നിന്നും കരകയറാൻ. അത് രണ്ടാം ലോക മഹായുദ്ധം തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അതുമൂലം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ഇന്നും അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പോഴിത് പറയാനുണ്ടായ കാര്യം, സിറിയയിൽ കലാപം നടന്നിരിക്കുന്നു. അവിടെ നിലവിലുള്ള ഭരണാധികാരി, അതായത് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഭരണകർത്താവാണ്. അദ്ദേഹം ഏറെക്കുറെ ഏകാധിപതിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തെ വിമതയുടെ നേതാവായ അബു മുഹമ്മദ് അൽ ജലാലി ഒരു അക്രമ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും നിലവിലുണ്ടായിരുന്ന ഭരണാധികാരി അസദിനെ അവിടെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തു. അതിന്റെ ഫലമായി അസാദ് എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുന്നു. എവിടെയാണെന്ന്, അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്നതിനെ കുറിച്ചുള്ള നിശ്ചയവും നിലവിലെ ഭരണാധികാരികൾക്കില്ല. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത, ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ ലോകത്തെ വൻ ശക്തികളെന്ന് കരുതപ്പെടുന്ന അമേരിക്കയും റഷ്യയും രണ്ടു ഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിലവിലുള്ള ഭരണകൂടമായിരുന്ന അസാദിന്റെ ഭരണം അത് തകർക്കുന്നതിൽ വിമതർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുത്തത് അമേരിക്ക ആണെന്നുള്ള ഒരു അഭിപ്രായം ലോക ജനതയ്ക്ക് മുന്നിലുണ്ട്. അതേസമയം എതിർഭാഗത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിലവിലിരുന്ന ഭരണകൂടത്തിനൊപ്പം നിന്നിരുന്ന റഷ്യയും ഇറാനും അവർക്ക് നിലവിലെ ഭരണകൂടം തകർന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് അവരുടെ സാമ്പത്തിക കമ്പോള വിപണിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് മാർക്കറ്റുകളിൽ ഒക്കെ അവർക്ക് ക്ഷതം ഏൽക്കേണ്ടി വന്നു. ഇവിടെയാണ് ഇത് ഒരു യുദ്ധം ഈ നിലയിലാണ് യുദ്ധം അന്തർദേശീയ നിലയിലേക്ക് വളർന്ന് വരുന്നത്. യുദ്ധം എവിടെയുണ്ടായാലും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ ഇന്നും അമേരിക്കയിലെ ഹിരോഷിമയും നാഗസാക്കിയിലെയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എവിടെ യുദ്ധം ഉണ്ടാകുന്നു ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, അവർ തമ്മിൽ യാതൊരുവിധ ഇടപാടുകളുമില്ല. എങ്കിൽ തന്നെയും അവർ യുദ്ധമുഖത്ത് പരസ്പരം വെട്ടി വീഴ്ത്തുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങളുടെയും രാഷ്ട്ര തലവന്മാരും അവരെ ചുറ്റി നിൽക്കുന്ന ഭരണാധികാരികൾക്കുമാണ്. ഇതാണ് ലോക ചരിത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും യുദ്ധത്തെ പുരോഗമന രാഷ്ട്രങ്ങൾ എല്ലാം യുദ്ധത്തെ എതിർക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടായിക്കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നിലവിലിരിക്കുന്ന ഭരണകൂടം തകർന്നു പോവാതിരിക്കാൻ, ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ബോധപൂർവം യുദ്ധം
സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രവണതയും ലോക രാഷ്ട്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വായിക്കാവുന്നതാണ്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ യുദ്ധം ഉണ്ടാക്കുന്നത് ആ നിലവിലിരിക്കുന്ന ഭരണകൂടത്തിന് ഭരണാധികാരികൾക്ക് എവിടെ നിന്നെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോൾ, എവിടെ നിന്നെങ്കിലും ആ ഭീഷണി തങ്ങളുടെ ഭരണത്തെ തന്നെ തൂത്തറിയുമെന്ന് ഭയപ്പെടുമ്പോഴാണ് ഒരു യുദ്ധം സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെ യുദ്ധം അനിവാര്യമായി വരുന്നത് നിലവിലിരിക്കുന്ന ഭരണകൂടത്തെയാണ്. ആ ഭരണകൂടത്തെ തകർത്തുകൊണ്ട് പുതിയ ഒരു ഭരണാധികാരി അധികാരത്തിൽ വരുന്നതിന് വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരിക്കും ആ രാഷ്ട്രത്തിൽ. അങ്ങനെ പലപ്പോഴും വിമതർ അധികാരം പിടിച്ചെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലും നടന്നിട്ടുള്ളത് മത നിയമങ്ങൾ അനുസരിച്ച് ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളിലാണ്. മതത്തിന് മുൻതൂക്കം, മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി മതത്തിന് മുൻതൂക്കം നിൽക്കുന്ന, മത നിയമങ്ങൾ അനുസരിച്ച് ജീവിത രീതികൾ ചിട്ടപ്പെടുത്തുന്ന, ഭരണചക്രം തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മത നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, മത നിയമങ്ങളെ അടിസ്ഥാനമാക്കി ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. നിലവിലുള്ള ഭരണകൂടത്തെ തകർത്തുകൊണ്ട് പുറത്തു നിൽക്കുന്ന വിവിധ ഗ്രൂപ്പ് നിലവിലെ ഭരണ തലവനെ തന്നെ വധിച്ചുകൊണ്ട് പുതിയ ഭരണം സ്ഥാപിച്ചെടുക്കുന്ന ഒരു പ്രവണത മതങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളിലെല്ലാം പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഭരണകർത്താക്കളെയും വധിച്ചുകൊണ്ടാണ് പുതിയ ഭരണ സംവിധാനം ഉയർത്തുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ എത്രയോ രാഷ്ട്ര തലവന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പുതുതായി വരുന്ന രാഷ്ട്ര തലവന്മാരെയും അതുപോലെ മറ്റൊരു വിമത ഗ്രൂപ്പ് ഉയർന്നു വരുമ്പോൾ, അവർ ശക്തിപ്പെട്ട് അവർ ഭരണം പിടിച്ചെടുക്കുമ്പോൾ ആ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ തകർത്തുകൊണ്ട് ആ ഭരണാധികാരിയെ തൂക്കില് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കോടതി സൃഷ്ടിക്കപ്പെടുകയും ആ പട്ടാള കോടതി നിലവിലുണ്ടായിരുന്ന ഭരണാധികാരിയെ വധശിക്ഷയ്ക്ക് വിധിച്ച് അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത മതനിയമങ്ങൾ അനുസരിച്ച് ഭരണം നടത്തുന്ന രാഷ്ട്രങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് നിലയിലായാലും ഒരു യുദ്ധം അത് നിരവധി മനുഷ്യജീവനുകളിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് തന്നെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ചരിത്രം, യുദ്ധത്തിന്റെ ചരിത്രം ലോകത്തിന് മുന്നിലുണ്ട്. അത് രണ്ടാം ലോക മഹായുദ്ധം തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഓരോ യുദ്ധം കഴിയുമ്പോഴും നിരവധി മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെടുന്നത്. ആ മനുഷ്യജീവൻ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവിടെ നഷ്ടപ്പെട്ട സാമ്പത്തിക വളർച്ച, അത് തിരിച്ചു പിടിക്കുന്നതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ സാമ്പത്തിക സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു, ഉൽപാദനം കുറയുന്നു, മനുഷ്യരുടെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു, പലരും പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നു, രോഗങ്ങൾ മൂർച്ഛിച്ച് മരിക്കുന്നു. ഇതെല്ലാമാണ് യുദ്ധാനന്തരമുള്ള രാഷ്ട്രങ്ങളുടെ സവിശേഷതകൾ. അതുകൊണ്ടാണ് യുദ്ധം വെറുക്കപ്പെടുകയും യുദ്ധം ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ കാലേകൂട്ടി എടുക്കണമെന്ന് പുരോഗമനപരമായി ചിന്തിക്കുന്നവരും പുരോഗമന രാഷ്ട്രങ്ങളും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.